അപ്പോൾ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും അമ്മയും കൂടെ കൂടിയിട്ട് ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ സ്പീഡിൽ പറയുന്നത് വെച്ചിട്ട് ബസ് പോവും. അപ്പോൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലെ പണിയൊക്കെ ചെയ്ത് പിന്നെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് താമസിച്ച് പോയി കേട്ടോ. അമ്മ കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നിവിടെ വന്നപ്പോഴത്തേക്കും ബസ് അങ്ങ് പോയി കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അപ്പുറേന്ന് 11 മണിക്കൊരു ബസ്സുണ്ട്. അപ്പോൾ പയ്യെ നടന്നു പോയാൽ ഞങ്ങൾ ആ ബസ്സിന് പോവാം. അയ്യോ പേർത്തു ഞാൻ തന്നെ പറയും. അതെ, എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ ദിവസം കാണിച്ച് മരുന്ന് മേടിച്ച് കുറഞ്ഞു. അപ്പോൾ 5 ദിവസം കഴിഞ്ഞ് എല്ലാം പറഞ്ഞായിരുന്നേ. അപ്പോൾ അങ്ങനെ പോവാം. വീട്ടിലെ അമ്മയും തിരുമോളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അമ്മയും ഞാനും പോകുന്നത്. അമ്മയ്ക്ക് കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്. അച്ചാറിൻ്റെ സാധനം. അതെ, അപ്പം അച്ചാറ് വേണ്ട. ഇല്ല, വണ്ടിക്ക് പോകാൻ പോയതാക്കേ, അതങ്ങ് പോയി ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. കുണ്ടറയിൽ സാബുന് ഉണ്ട്. അത് ഞാൻ പിടിക്കാം. പയ്യ മതി, 20 ഉള്ളു. ഓ വീട്ടിലെ പണിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇപ്പൊ സമയമായിപ്പോയി. ആ ഉണ്ട്, അകത്താളുണ്ടായിരുന്നു. അണ്ണനുണ്ടായിരുന്നു. അയ്യോ, ഞങ്ങൾ പയ്യെ നടന്നു പോട്ടെ. അതെ, അവിടെ ചിരിച്ചോണ്ടിരിക്കും കേട്ടോ. വണ്ടി ഇനി ഇപ്പൊ സാബുവിന് പോവാ. സാബു 11 മണിക്ക്. അതിനാ ഇവര് നോക്കണ ഇത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് 10:30 പോവാ. നടന്നു പോയാൽ മതി. നടന്നു വന്ന് എത്ര ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ ചെല്ലും. അമ്മ കഴിഞ്ഞ ദിവസം ഓടി വീഡിയോയിൽ ചേട്ടാ മുന്നിച്ചിട്ട് ചാനലിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അമ്മ ഓടുന്നില്ല, പക്ഷെ അമ്മ വണ്ടി കയറുന്ന മാത്രമുണ്ട്. 5 മിനിറ്റ് കൊണ്ട് അമ്മ അവിടെ ചെന്നേ. അത് വേറൊന്നുമല്ല, കുറേ ഓട്ടം ചേട്ടായിക്ക് അങ്ങനെ നടന്നൊന്നും പോകാൻ പറ്റില്ലല്ലോ. അതെ, അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ ചേട്ടാനെ കൊണ്ട് അവിടെ ഇറക്കി വണ്ടി കയറാൻ നിന്നു. അപ്പോൾ അമ്മേനെ തിരിച്ചു കൊണ്ടുവരാൻ നേരത്ത് വണ്ടി നിന്നുപോയി അവിടെ. പിന്നെ ഓട്ടോ നോക്കിയിട്ടൊന്നും ഓട്ടയിലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സമയം പോയതുകൊണ്ട് അമ്മ വേഗം ഓടിപ്പോയതല്ലേ അമ്മേ? അന്നിപ്പോൾ സമയം ഉണ്ടായിരുന്നു. സമയം അതെ, അത് തന്നെ, അതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ സമയത്ത് ഇറങ്ങി, ഓട്ടോ കാത്ത് നിന്നത് ഇവിടെ. സമയത്ത് കൂടുതൽ ഇറങ്ങി, 10:20 നിങ്ങൾ ഇറങ്ങിയിരുന്നു. ഓട്ടോ കാത്ത് നിന്നു. അത് ഓട്ടോ വരാത്തതുകൊണ്ട് ചേട്ടൻ അച്ഛൻ കൊണ്ടേയാക്കി. പിന്നെ വണ്ടി തിരിച്ചു വരുമെന്ന് ഓർത്ത് അമ്മ നിന്നപ്പോൾ പിന്നെ അങ്ങ് ഓഫായിപ്പോയി വണ്ടി. ഉണ്ട് നടന്ന്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉണ്ടായതുകൊണ്ടേ അതെ അങ്ങനെ താമസിച്ചു. അതെ, ശ്രീകുട്ടനെ സ്കൂളിലൊക്കെ പോണ്ടുന്നതുകൊണ്ട് ശ്രീകുട്ടനെയും പറഞ്ഞു വിട്ടു. പിന്നെ എല്ലാവരും ഉണ്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ രാവിലെ ഇച്ചിരി കാര്യം പറഞ്ഞ് ചായ കുടിച്ചിട്ട്. അതെ, അങ്ങനെയൊക്കെ കുറേ പിന്നെ ഇവിടെ പുറകിൽ ഇവിടെ പടുതയൊക്കെ കിട്ടുന്നവരെല്ലാവരും കൂടെ കൂടി. അതെ, തുണി കഴുകി ഇടാനൊക്കെ. അതെ, താർപ്പ ഉണ്ടായിരുന്നു, താർപ്പ പിടിച്ച് കെട്ടി. ഇനിയിപ്പോൾ മഴയല്ലേ, നല്ല മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുണി എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര പാടായി. അല്ല, പിന്നെ കിടന്ന് സൈഡിൽ വീടിൻ്റെ സൈഡിലൊക്കെ കെട്ടിയിട്ടിരുന്നു. പിന്നെ അമ്മ അച്ചാറിടുന്നുണ്ട്, കൊഞ്ചച്ചാർ. വേണ്ടവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി അച്ചാറാണ്, കഴിച്ചിട്ടുള്ളവർക്കറിയാം. ഇന്ന് രണ്ടെന്നായിരുന്നു. അതെ, അപ്പം ഇന്ന് നമുക്കിങ്ങനെ പോകുന്നു. പിന്നെ ഇന്നലെ വാങ്ങിച്ചു കൊടുന്നു. ഇനി അത് ചെയ്യണം. വൈകിട്ട് കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ച് ഇന്ന് തന്നെ ഇടണം അത്. അതെ, അപ്പോൾ ഇത് എന്നിട്ട് നല്ലൊരു പണിയുണ്ട്. വെച്ചിരിക്കുക. അതെ, കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. പോയിട്ട് വേഗം വരണം. നല്ല പച്ച കൊഞ്ച് പിടയ്ക്കുന്ന കൊഞ്ചായിരുന്നു. അതെ, അത് വീഡിയോ വരും. ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നലെ ഇട്ട വീഡിയോയിലുണ്ട് കേട്ടോ. ചേട്ടാ ഇട്ട വീഡിയോയിൽ ആ കുഞ്ചിനെ കാണാം. അവർ പിടിച്ച് അപ്പം തന്നെ തൂക്കിത്തരുന്നേ. എന്തായാലും പോട്ടെ, പയ്യെ നടന്ന് ഇത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, അടുത്ത് ഇനി ചേട്ടായിക്ക് ശനിയാഴ്ച ആശുപത്രി പോകണം. നാളെ ഏലിക്കുട്ടിയമ്മയ്ക്ക് ബയോപ്സി ചെയ്യാനായിട്ട് എറണാകുളം പോകണം കേട്ടോ. ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞത്. ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നല്ലോ, ഇൻഫെക്ഷൻ മാറിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ചെയ്യണം. പിന്നെ നമ്മൾ അടിമാലി ചെയ്ത റിപ്പോർട്ട് തെറ്റാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊന്നുകൂടെ ചെയ്യാതെ പറ്റത്തില്ല. അതങ്ങനെയാണ്.
അതുകൊണ്ട് എനിക്ക് അവരെയും കൊണ്ട് വിടണം. അതുപോലെ അമ്മയ്ക്ക് അതും ചെയ്യാൻ പോകേണ്ടതുകൊണ്ട് എനിക്ക് നാളെ എറണാകുളം പോയിട്ട് നാളെ തന്നെ തിരിച്ചു വരണം. അപ്പോൾ നാളെ എന്തായാലും ആശുപത്രി പോകാൻ പറ്റില്ല. പിന്നെ വ്യാഴാഴ്ചയേ ഉള്ളൂ. വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച ചേട്ടായിക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവണം. അന്ന് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പോകാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത ആഴ്ചയല്ലേ പോകാൻ പറ്റുള്ളൂ. എനിക്ക് 5 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നേ. എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മെഡിസിൻ എടുത്തേ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പുറകിൽ അത് D3 എനിക്ക് നേരത്തെ കുറവായിരുന്നുകൊണ്ട് D3യുടെ ആണെന്ന് കഴിച്ചപ്പോൾ കുറവുണ്ട് മരുന്ന്. എന്നാൽ നടുവേനുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതൊന്ന് കാണിക്കണം. നടന്നിട്ട് നമ്മൾ വിഷ്ണുമ്പലത്തിൻ്റെ അടുത്ത് എത്തിട്ടോ. കാര്യം പറഞ്ഞു വന്നതുകൊണ്ടാണ് വേഗം. ഏതാ? ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഒരു അമ്പലത്തിൽ ഇങ്ങനെ ഒരു ആലുള്ളത്. ഇവിടെ രാജക്കാട് ശിവൻ്റെ അമ്പലത്തിൽ ഇതുപോലെയാണ്. ഇനി വരുമ്പോൾ പോവാം. പക്ഷെ 3 ദിവസം വ്രതം എടുത്തിട്ട് അവിടെ കയറുന്നേ. നമുക്ക് പോകാനുള്ള ബസ്സാട്ടോ പുറകെ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചേ. ഇതൊരു കുഞ്ഞിച്ചക്കൻ. ഞങ്ങളങ്ങനെ ദേ വണ്ടി കയറിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടു. സമയം 3 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഡോക്ടറെ കണ്ട് ഇനിയിപ്പം മെഡിസിൻ എടുക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, തിരിച്ചു പോകണം. അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. 3 മണിയായില്ല. ക്യാൻറ്റീനിലേക്ക് പോകണം കേട്ടോ. കാണാം. ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കുന്നത്. അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ വിശപ്പുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ മെഡിസിൻ എടുക്കാൻ വേണ്ടി പോകണം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. മെഡിസിൻ അകത്തുനിന്ന് എടുത്തില്ല, ഒത്തിരി ടൈം എടുക്കും. കാരണം ടോക്കൺ എടുത്ത് ഇരുന്നാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ പുറത്ത് മേടിക്കാം. അവിടെ ഇവിടെയൊക്കെ സെയിം റേറ്റ് ആയതുകൊണ്ട് പുറത്തുനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ ഞങ്ങൾ മെഡിസിനൊക്കെ എടുത്ത് തിരിച്ചു പോകാം കേട്ടോ. മെഡിസിൻ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എത്തിപ്പോയത്. ഭയങ്കര റേറ്റ്. 1 മാസത്തേക്കുള്ള ഉണ്ടായിരുന്നേ. വൈറ്റമിനും അതും ഇതുമൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിക്കൂട്ടി അങ്ങനെ കൊടുത്തിട്ട് പോയി ഇറങ്ങി. എന്നിട്ട് കുപ്പിയൊക്കെ മേടിക്കാൻ പോണേ. ഇതേ കാണുന്ന സിംല എന്ന് പറയുന്ന അവിടെയാണ് നമുക്കൊന്ന് കയറേണ്ടത് കേട്ടോ. അവിടെ ഉണ്ട്. ഇതിവിടെ മുഴുവൻ സിംലയല്ലേ? ഇതാക്കാണോ? നമ്മൾ സിംലയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാരികളൊക്കെ ഉണ്ട് കേട്ടോ. വേണോ ഒരു സാരി? അതറിയാതെ കാരണം വെടിയില്ലേ. 2 സിജുമോക്ക് 2 ബനിയനും പാൻറ്റൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഇതേ നിൽക്കുകയാണ്. ഞാൻ ബില്ല് കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ക്യൂ നിന്ന് വേണം വാങ്ങാൻ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഓടുകയാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങാൻ. അപ്പോഴാണ് അമ്മയുടെ കണ്ണിൽ കുടുങ്ങിയത്. നമ്മൾ വന്ന വണ്ടി പുഞ്ചിരി അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ഇത് നമ്മുടെ മൺട്രോത്തുരുത്ത് വരെയുള്ള വണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ കുണ്ടറയൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പേരും കൂടെ സ്പീഡിൽ നടക്കുകയാണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ കുണ്ടറ ഇറങ്ങിയിട്ട് നമുക്ക് സാധനം മേടിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുഞ്ചിരി ബസ് കണ്ടപ്പോൾ പുഞ്ചിരി വേറെ പുഞ്ചിരി. ഇത് ഭരണിക്കാവ് പോണ ബസ്സായിരുന്നു കേട്ടോ, നമ്മുടെ മൺട്രോത്തുരുത്തിലേക്കുള്ളതല്ല. അങ്ങനെ നമ്മൾ പയ്യെ സ്റ്റോപ്പായി ബസ് കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. ഒരുപാട് സാധനമൊന്നുമില്ല, അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരോടും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അമ്മ അച്ചാറിടുന്നുണ്ട്. ഇപ്പോൾ ഇടുന്നത് ചെമ്മീൻ അച്ചാറാണ് ഇപ്പോൾ ഉള്ളത്, അതുമാണ്. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് നമ്പർ തരാം. ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അതുങ്ങതാ ബാസ്ക്കറ്റിങ്ങതാ ഇതോ ഇത് ഇത്
ദീപം. ഏതാ വേണ്ടേ? ഉദയൻ്റെ അതിൽ ഇതോ ഇതോ വിളക്കെണ്ണ അവിടെ ഉണ്ട്. അവിടുന്ന് മേടിച്ചാലോ? അവിടെ ഉണ്ടാവില്ലല്ലേ? വേണ്ട, വേറെ എന്താ വേണ്ടത്? ഇത് മതിയില്ലല്ലോ. ഇനിയും വേണ്ടേ? ഒന്നുകൂടെ എടുത്തു. കറിവേപ്പില, രണ്ടെണ്ണം എടുക്കട്ടെ? അപ്പോൾ നമ്മൾ പച്ചമുളക്, ഇഞ്ചി എല്ലാ സാധനം എടുക്കുന്ന, വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അച്ചാർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളുക. ഞാൻ നമ്പർ തരാം. നമ്പർ വിളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അച്ചാറിൻ്റെ റേറ്റൊക്കെ പറഞ്ഞു തരും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയും വേഗം അച്ചാർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നല്ല അടിപൊളി അച്ചാറാണ്. കഴിച്ച് നോക്കുക കേട്ടോ മേടിച്ച്. പിന്നെ നമ്മൾ സിംലയിലൊക്കെ വരുമ്പോഴേ നല്ല അടിപൊളി കളക്ഷൻസാണ്, വിലക്കുറവുണ്ട്. എനിക്ക് കണ്ടിട്ട് കുറേ കൊതിയായി കേട്ടോ. പിന്നെ ഞാനും മെഡിസിനൊക്കെ എടുത്തുകൊണ്ട് ലിജിമോക്ക് 2 ടീഷർട്ടും, അവൾക്ക് ടീഷർട്ടും ഇതൊക്കെ കുറവാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോഴൊക്കെ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ടീഷർട്ടും അതുപോലെ തന്നെ പാൻറ്റ് 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് ഒരു ബനിയനും എടുത്തു. തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങളിതേ ബസ്സിന് പുഞ്ചിരിക്ക് തന്നെ പോവാണ് കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് നല്ല റെസ്റ്റ് എടുക്കാനുള്ളതാണ് കേട്ടോ. ഹലോ, അങ്ങനെ നമ്മളിതേ വീട്ടിലൊക്കെ വന്നു. വീട്ടിൽ വന്ന ശേഷം ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചക്കയൊക്കെ വെട്ടി പിന്നെ പുഴുങ്ങി കഴിച്ച് വയറ് നിറച്ച് കഴിച്ചു. വയറ് നിറച്ച് ചക്ക കഴിച്ചപ്പോൾ ചെറിയ തോതിലൊരു വയറുവേനൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ വേഗം അമ്മച്ചി പറഞ്ഞു എന്താ കഴിക്കണ്ടേ, മറ്റേ നമ്മുടെ കുരുമുളകും ഉപ്പും കൂടെ കൂട്ടി കഴിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോയത് അത് കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉറപ്പായി പറയും. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയത് എനിക്ക് ഭയങ്കരമായിട്ടും ബാക്ക് പെയിനും എൻ്റെ നടുവിനൊക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കാണിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിരുന്നു. അന്നും നോക്കിയപ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ മരുന്ന് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മരുന്ന് തന്നിട്ട് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ വരാൻ പറഞ്ഞു. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ് കേട്ടോ. എന്ത് ടെസ്റ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ടെസ്റ്റ് ചെയ്താലും എനിക്കെല്ലാം നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇങ്ങനെയൊരു ബാക്ക് പെയിൻ, ഭയങ്കര ബാക്ക് പെയിൻ. എനിക്ക് വെയിറ്റൊന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അധികം. എന്തായാലും പിന്നെ എനിക്ക് വണ്ണമൊക്കെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് അതും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ കുറയ്ക്കണം. നടക്കാനൊക്കെ പോകുന്നു. ഞാൻ കുറേ നടക്കുന്നുണ്ട് കേട്ടോ. വെയിറ്റ് അങ്ങനെ കൂടുന്നുമില്ല, അങ്ങനെ ആയിട്ട് ഒത്തിരി അങ്ങ് കുറയുന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കണം. അപ്പോൾ നാളെ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. എറണാകുളം ലൂർദിലാണ് കേട്ടോ പോകുന്നത്. അമ്മ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു FNAC ഒന്നുകൂടെ ചെയ്യണമെന്ന്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ഞാനും അമ്മയെ പോകുന്നുണ്ട്. ലിജിമോളും കൊച്ചുണ്ട് ഉണ്ടാവും. 2 ദിവസം കഴിഞ്ഞ് അവരെ കൊണ്ടുവിടണം. രാവിലെ വെളുപ്പിനെ പോകേണ്ടതുകൊണ്ട് കൊച്ചിനെ കൊണ്ടൊക്കെ പോകണ പാടല്ലേ. ചേട്ടായി പറഞ്ഞു ചേട്ടായി കൊണ്ടുവിടാമെന്ന്. അപ്പോൾ ചേട്ടാ സർജറിക്ക് മുന്നേ ചേട്ടായി കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ നാളെ പോയി FNAC എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് 3 ദിവസം എടുക്കും വരാനായിട്ട്. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് FNAC എടുക്കുന്നത് കാരണം ഒന്ന് അമ്മച്ചിക്ക് ആ FNAC നോക്കിയപ്പം ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് അതിനുള്ള മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഇൻഫെക്ഷൻ ഉണ്ടോ മാറിയോ എന്നറിയാതെ സർജറിയാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. അവിടെ ചെന്നപ്പോഴും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സർജറി ചെയ്യണമെങ്കിൽ ഈ ഇൻഫെക്ഷൻ മാറണം. ഇൻഫെക്ഷൻ മാറിയോ എന്ന് അറിയണമെങ്കിൽ FNAC ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ പോകും. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നാളെ പോകണം. ഇന്ന് 2-3 ദിവസമായിട്ട് കുറേ യാത്രകൾ തന്നെയാണ് കേട്ടോ. നാളെ പോയിട്ട് നാളെ തന്നെ തിരിച്ചു വരണം. അങ്ങനെ ലിജിമോളെ ഇവിടെ വേറെ ആരും ചേട്ടായി ഞാനല്ലാണ്ട് അധികം അങ്ങനെ പൊക്കിയെടുക്കുകയൊന്നുമില്ല.
അവിടെ പിന്നെ അമ്മച്ചി ഉണ്ടെങ്കിൽ അമ്മച്ചി ഇരുത്തൊക്കെ ചെയ്യും. പക്ഷെ അമ്മയ്ക്ക് അത്ര എപ്പോഴും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാനില്ലാണ്ടെങ്കിൽ ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ തന്നെ പോയിട്ട് തിരിച്ചു വരണം. എന്താ പറയുക, നമുക്ക് പിന്നെ ഓരോന്നും മാറി ഓരോന്നുണ്ട്. പക്ഷെ എല്ലാം ദൈവം എന്തെങ്കിലുമൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുപരി നമുക്ക് നല്ലത് ദൈവം തന്നെ തരുമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമുക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ശനിയാഴ്ച ചേട്ടയുടെ സർജറിയാണ്. അപ്പോൾ അതും നല്ല രീതിയിലൊക്കെ നടക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വേണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളും തിരിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മെഡിസിൻ എടുത്തപ്പോൾ നല്ലൊരു എമൗണ്ടായി കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും 1 മാസത്തെ മരുന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാറുമെന്നാണ് പറഞ്ഞത്. മാറിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഡോക്ടർ, കാരണം ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ പറയുന്നത് നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, കാരണം അത് കിടന്ന് നല്ല ഉറക്കമായി കേട്ടോ. അവൾ അത് എണീക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൗണ്ട് കുറച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്നും കൂടെ പറയുകയാണ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ്. അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.